നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണങ്ങൾ കൊഴുക്കുന്നതിനിടയിൽ ഫെനി നൈനാനെതിരെ പത്തനംതിട്ട സൈബർ പോലീസ് കേസെടുത്തത് വലിയ ചർച്ചയാവുകയാണ്. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്നും അശ്ലീല പരാമർശം നടത്തിയെന്നതുമാണ് എഫ്ഐആർ. എന്നാൽ ഇത് വെറും രാഷ്ട്രീയ വേട്ടയാടൽ മാത്രമാണ് എന്നും താൻ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്നും ഫെനി നൈനാൻ പ്രഖ്യാപിച്ചു. മൂന്നാമത്തെ പരാതിക്കാരിയുടെ ശബ്ദ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഫെനിയുടെ പ്രതികരണം. ഫെനി നൈനാൻ പേടിച്ചിട്ടുമില്ല പിന്നോട്ടുമില്ല എന്നാണ് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. തന്റെ കയ്യിലുള്ള തെളിവുകൾ വെറും കഷ്ണങ്ങളല്ല എന്നും ബന്ധം തുടങ്ങിയ കാലം മുതൽക്കുള്ള മുഴുവൻ ചാറ്റുകളും തന്റെ പക്കലുണ്ട് എന്നും അത് പ്രമുഖ അഭിഭാഷകരായ ശാസ്തമംഗലം അജിത്തിനെയും അഡ്വക്കേറ്റ് ശേഖറിനെയും ഏൽപ്പിച്ചു കഴിഞ്ഞുവെന്നും ഫെനി വ്യക്തമാക്കി. ഹൈക്കോടതിയെ സമീപിച്ച് കേസിനെ നിയമപരമായി നേരിടാനാണ് അദ്ദേഹത്തിന്റെ തീരുമാനം. ഫെനിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ: എനിക്കെതിരെ പത്തനംതിട്ട സൈബർ പോലീസ് കേസ് എടുത്തിരിക്കുകയാണ്. പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി അശ്ലീല ചുവയുള്ള സന്ദേശങ്ങൾ പോസ്റ്റ് ചെയ്തു എന്നൊക്കെയാണ് കേസ്. ജാമ്യമില്ലാത്ത വകുപ്പുകളും എഫ്ഐആറിലുണ്ട്. എന്റെ പോസ്റ്റുകൾ വായിച്ചവർക്ക് മനസ്സിലാകും ഞാൻ പരാതിക്കാരിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുകയോ അവരെ പറ്റി അശ്ലീല പരാമർശം നടത്തുകയോ ചെയ്തിട്ടില്ല എന്ന്. കേസ് വന്നതുകൊണ്ട് പിന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇത് രാഷ്ട്രീയമായ വേട്ടയാടലാണ്. ഇന്നലെ ഞാനിട്ട പോസ്റ്റിൽ പരാമർശിച്ചതുപോലെ കേസിനെ നേരിടും. ജാമ്യത്തിനായി കോടതിയെ സമീപിക്കും. എഫ്ഐആറിന്റെ നിയമസാധുതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹൈക്കോടതിയെ സമീപിക്കും. തലയും വാലുമില്ലാത്ത ചാറ്റുകളല്ല ഞാൻ പുറത്തുവിട്ടത്. അവരുമായി ആദ്യം മുതൽ തന്നെ സംസാരിക്കുന്ന ചാറ്റുകൾ എന്റെ കൈവശമുണ്ട്. അതെല്ലാം ശാസ്തമംഗലം അജിത് സാർ, അഡ്വക്കേറ്റ് ശേഖർ സാർ എന്നിവരെ ഏൽപ്പിച്ചിട്ടുമുണ്ട്. ചാനലിൽ ഇന്ന് പരാതിക്കാരി പുറത്തുവിട്ട ശബ്ദ സന്ദേശത്തിൽ എന്നോട് സ്നേഹത്തോടെ പറഞ്ഞതുപോലെ ഫെനി നൈനാൻ പേടിച്ചിട്ടുമില്ല പിന്നോട്ടുമില്ല. ഫെനിക്കെതിരായ കേസ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സജീവമായ ഫെനി നൈനാനെതിരെ ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് പത്തനംതിട്ട സൈബർ ക്രൈം പോലീസാണ് കേസെടുത്തത്. എന്നാൽ ഈ ആരോപണങ്ങൾ വസ്തുതാരഹിതമാണ് എന്ന വാദങ്ങൾക്കിടെ പോലീസ് തയ്യാറാക്കിയ പ്രഥമ വിവര റിപ്പോർട്ടിലെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ കേസിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ചൂണ്ടിക്കാട്ടുന്നത്. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തൽ, അശ്ലീല പരാമർശങ്ങൾ എന്നിവയാണ് പ്രധാനം. ഈ ആരോപണങ്ങൾ പച്ചക്കള്ളമാണ് എന്ന വാദവും ശക്തമാണ്. അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തൽ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുന്ന ഒരു പീഡന കേസിലെ അതിജീവിതയുടെ പേരും മറ്റ് തിരിച്ചറിയൽ വിവരങ്ങളും പ്രതി തന്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ വഴി പരസ്യപ്പെടുത്തിയെന്നും അതിജീവിതയുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള അശ്ലീലമായ ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ ഫേസ്ബുക്ക് സ്റ്റോറിയായി പ്രചരിപ്പിച്ചു എന്നുമാണ് കേസ്. ഭാരതീയ ന്യായ സംഹിത സെക്ഷൻ 64 മുതൽ 71 വരെയുള്ള കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ട അതിജീവിതയുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കാൻ പാടില്ല എന്ന നിയമം ലംഘിച്ചു. ഭാരതീയ ന്യായ സംഹിത 2023 സെക്ഷൻ 72(1) അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്നത്. 79 സ്ത്രീയുടെ അന്തസ്സിന് ഭംഗം വരുത്തുന്നത്. IT ആക്ട് 2000 സെക്ഷൻ 67 അശ്ലീല വിവരങ്ങൾ ഇലക്ട്രോണിക് രൂപത്തിൽ പ്രസിദ്ധീകരിക്കുന്നത്. പോലീസ് സ്വമേധയാ എടുത്ത കേസാണിത്. 15/1/2026 രാവിലെ 10:18 ഫേസ്ബുക്കിൽ ഈ പോസ്റ്റുകൾ വന്നതായി റിപ്പോർട്ടിൽ പറയുന്നത്. പത്തനംതിട്ട സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർ നിതിൻ R ആണ് കേസ് അന്വേഷിക്കുന്നത്. ജില്ലാ പോലീസ് മേധാവി മുഖേന ലഭിച്ച സ്ക്രീൻഷോട്ടുകളും URLകളും പരിശോധിച്ച ശേഷമാണ് നടപടിയെന്ന് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു. ഈ ആരോപണങ്ങൾക്കെതിരെ പച്ചക്കള്ളങ്ങൾ എന്ന പ്രതിരോധം ഫെനി നൈനാൻ ഉയർത്തുന്നുണ്ട് എങ്കിലും ഡിജിറ്റൽ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് എന്നാണ് വാദം. രാഹുൽ മാങ്കൂട്ടത്തിനെ വെട്ടിലാക്കാൻ വേണ്ടിയാണ് ഈ കേസ് എന്നതിൽ യാതൊരുവിധ തർക്കവുമില്ല.